ഇപ്പോഴും വിവിധയിടങ്ങളിൽ വാഹന പരിശോധന നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങളുമായി വിപിൻ സി വിജയൻ ചേരും തത്സമയം. വിപിൻ, പലയിടങ്ങളിലും ഇത്തരം പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഈ നേതാക്കൾ പറയുന്നത് തങ്ങളുടെ വാഹനം മാത്രമാണ് പരിശോധിച്ചത്, മറ്റൊരു വാഹനവും അവിടെ നിർത്തി പരിശോധിച്ചിട്ടില്ല എന്നതാണ്. അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇപ്പോൾ ഇന്നും പലയിടങ്ങളിൽ, ഇപ്പോൾ വടപുറം പാലത്തിന് സമീപത്ത് തന്നെ പോലും ധാരാളം പരിശോധനകൾ നടക്കുന്നുണ്ട് എന്ന കാഴ്ചയാണോ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്? എന്താണ്? സനുജ, ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് വടപുറത്ത് നിന്ന് ഈ മണ്ഡലത്തിലേക്ക് കയറുന്ന കനോലി പ്ലോട്ടിന് തൊട്ട് മുൻപുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സംശയം അവർ വാഹനങ്ങൾ തടയുന്നു, അത് പരിശോധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഇവിടെ CISFന്റെ ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം തന്നെ പോലീസുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. ഇവർ 3 പേർ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പരിശോധന തുടങ്ങിയിട്ടുള്ളത്. ഈ മാസം 1-ാം തീയതി മുതലാണ് പരിശോധന ആരംഭിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത് സ്ഥിരമായി തന്നെ ഉള്ള ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്താറുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടുന്ന് വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്ന ഒരു കാഴ്ച ഇതിനോടകം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്, അവരോട് കൂടി നമുക്ക് ഇതേക്കുറിച്ചൊന്ന് ചോദിക്കേണ്ടതുണ്ട്. അപ്പോ എല്ലാ ദിവസവും പരിശോധന ഉണ്ടോ? എല്ലാ ദിവസവും പരിശോധന നടക്കുന്നു? ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതലേ പരിശോധനയുണ്ട്. പോളിംഗ് ഡേ വരെ പരിശോധനയുണ്ട്. 19-ാം തീയതി ഈവനിംഗ് വരെ ഉള്ള പരിശോധനയാണ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോ വരുന്നൊരു പരാതി ചില സെലക്റ്റീവ് ആയിട്ടുള്ള പരിശോധനകളാണോ? ഇങ്ങനെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പരിശോധിക്കുന്നുണ്ടോ? സെലക്റ്റീവായ പരിശോധനയല്ല, എല്ലാ വാഹനവും പരിശോധിക്കും. സംശയാസ്പദമായ സാഹചര്യത്തിൽ മാത്രമേ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുള്ളൂ. നോർമൽ കണ്ടീഷനിൽ വാഹനം തുറന്ന് പരിശോധിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കും. ഇന്നിപ്പോ മറ്റ് ജനപ്രതിനിധികളുടെയൊക്കെ വാഹനങ്ങൾ ഇവിടുന്ന് പരിശോധിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ രാവിലെ കെ രാധാകൃഷ്ണൻ MPയുടെ പരിശോധിച്ചിട്ടുണ്ട്. അതുപോലെ അബ്ദുൽ വഹാബ് MPയുടെ വാഹനവും പരിശോധിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മജിസ്ട്രേറ്റിന്റെ വാഹനം പോയത് പരിശോധിച്ചിട്ടുണ്ട്. എല്ലാം പരിശോധിക്കുന്നുണ്ട്. മജിസ്ട്രേറ്റിന്റെ വാഹനം ഉൾപ്പെടെ പരിശോധിച്ചു. MLA അല്ലേ സാർ? അത് അദ്ദേഹത്തിന്റെ വണ്ടി പരിശോധിച്ചിട്ടുണ്ട്. വണ്ടി തുറന്നപ്പോഴാണ് അദ്ദേഹമാണെന്ന് അറിഞ്ഞത്. അതും പരിശോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാവരുടെയും വാഹനം തടഞ്ഞ് പരിശോധിക്കുന്നുണ്ട്. ഇന്നലെ പറയുന്നത് ഈ പെട്ടി കണ്ടു, അത് സൂക്ഷ്മമായിട്ടൊരു പരിശോധന നടത്തിയില്ല, അവരോട് പൊയ്ക്കോളാൻ പറഞ്ഞു എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അപ്പൊ ഇന്നലെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ പറയുന്നത് ഇങ്ങനൊരു പെട്ടി കണ്ടു, അപ്പോൾ ഇനി കുഴപ്പമില്ല, പൊയ്ക്കോളൂ എന്നുള്ളത് പറഞ്ഞു. അതായത് അതൊരു സൂക്ഷ്മ പരിശോധനയ്ക്ക് അത് പോയില്ല എന്നുള്ളതാണ്. അപ്പൊ അതിലെന്തെങ്കിലും രീതിയിലുള്ളൊരു അതറിയില്ല, ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 6 മണിക്കാണ് ഡ്യൂട്ടി ഞങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ ഇന്നലെ നടന്ന എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഒരു മാറ്റമില്ലാതെ തന്നെ എല്ലാ മുന്നണികളുടെ എല്ലാ പരിശോധനയും നടത്താം. മുന്നണിയല്ല, എല്ലാ വാഹനവും പരിശോധിക്കുക. ഇതിലെ പോകുന്ന എല്ലാ വാഹനവും പരിശോധിക്കുക. അപ്പൊ എല്ലാവരും അതുമായിട്ട് നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എല്ലാ വാഹന ഉടമകളും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. ഇന്നുവരെ ആരും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സനുജ, ഇപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരിക്കുകയായിരുന്നു. അപ്പോൾ കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ വാഹനങ്ങൾ ഇതിനോടകം തന്നെ പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് രാവിലെ അബ്ദുൽ വഹാബ് MPയുടെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് തുടർന്നിരുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സംശയാസ്പദമായ രീതിയിലാണെങ്കിൽ മാത്രമായിരിക്കും സൂക്ഷ്മമായ ഒരു പരിശോധന, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പരിശോധന മാത്രമായിരിക്കും എന്നുള്ളത്. നേതാക്കൾ അവർക്ക് അപമാനിക്കലാണ് എന്നൊക്കെ പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം വിപിൻ, അവരുടെ പെട്ടി തുറന്ന് പരിശോധിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അതിന് ഉള്ള മറുപടിയാണോ ഉദ്യോഗസ്ഥർ പറയുന്നത്? എന്തെങ്കിലും സംശയാസ്പദമായി കണ്ടെത്തിയാൽ മാത്രമാണ് വിശദ പരിശോധന, അതല്ല എന്നുണ്ടെങ്കിൽ ഈ വാഹനം തുറന്ന് നോക്കിയിട്ട് പൊയ്ക്കൊള്ളാൻ പറയും എന്നത്. അപ്പോൾ അങ്ങനെ ആ തരത്തിലേക്കാണ് ആ പരിശോധന എന്നതാണോ ഇവർ പറഞ്ഞത്? അതെ, ഇന്നിപ്പോ നമ്മൾ രാവിലെ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതൊരു സൂക്ഷ്മ പരിശോധനയിലേക്കൊന്നും പോകുന്നില്ല. അതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു, ഡിക്കി തുറക്കുന്നു, ഡിക്കിയിൽ ഏതെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി നോക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അത് പുറത്തേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ആ രീതിക്കുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധന അതുമായി ബന്ധപ്പെട്ട് നടത്തുന്നില്ല. ഇവിടെ ഇപ്പൊ നിരവധി വാഹനങ്ങൾ ഇതിനോടകം തന്നെ പരിശോധിച്ചിരുന്നു. അപ്പൊ അത്തരത്തിലേക്ക് അത് പോകുന്നില്ല. അതിനുള്ളിലേക്കൊന്ന് ജസ്റ്റ് നോക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സംശയമായി തോന്നിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളൊരു പരിശോധനയാണെങ്കിൽ മാത്രം
മാത്രമാണ് അത്ര വളരെ വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോകുന്നുള്ളൂ. അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു പരിശോധന എന്നുള്ളത് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അവർ 2 ഉദ്യോഗസ്ഥരാണ് ഇന്നുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളല്ല, അവർ ഇന്ന് രാവിലെ ഡ്യൂട്ടിയിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നലെ എന്താണ് നടന്നതിനെ സംബന്ധിച്ചിട്ട് വളരെ വിശദമായിട്ട് അവർക്ക് അതേക്കുറിച്ച് അറിയില്ല. എങ്കിലും അവർ 1-ാം തീയതി മുതൽ ഇവിടെ ഡ്യൂട്ടിയിലുള്ള ആളുകളാണ്. അപ്പോൾ ഇതിനു മുൻപ് എല്ലാ ജനപ്രതിനിധികളുടെയും വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റമില്ലാതെ എല്ലാ വാഹനങ്ങളും പരിശോധന ഇന്നലെ നടന്നു എന്ന് പറയുന്ന വടപുറത്താണോ? അതുമായി സഹകരിച്ചിരുന്നു എന്നുള്ളത് കൂടി പറയുന്നു. അതെ, ഇതേ പ്രദേശത്താണ്, ഈ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ആ പരിശോധന. ഇത് മണ്ഡലത്തിലേക്ക് കയറുന്ന പ്രധാനപ്പെട്ട വഴിയാണ്. ഈ വഴി ഇതിലൂടെയാണ് നിലമ്പൂർ മണ്ഡലം തുടങ്ങുന്നത്. അപ്പോൾ വടപുറം കഴിഞ്ഞ് ഈ കനോലി പ്ലോട്ടിന് തൊട്ട് മുൻപിലുള്ള ഈ പ്രദേശത്ത് വെച്ചിട്ടായിരുന്നു ഈ പരിശോധന നടത്തിയത്. ഇവിടെ രാത്രി ഏകദേശം 10 മണിയോട് കൂടിയായിരുന്നു ഇവർ അതിരാവിലെ ഇത്തരത്തിൽ പരിശോധന തുടങ്ങുകയും അത് അർദ്ധരാത്രി വരെ നീളുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ 10 മണിക്ക് ഷാഫി പറമ്പിൽ ഓടിച്ചിരുന്ന വാഹനം തടയുകയും, പക്ഷേ ഉദ്യോഗസ്ഥരുടെ സംസാരം അതിന് ഇൻസൾട്ടായി തോന്നിയെന്നുള്ളതൊക്കെയാണ് രണ്ടുപേരും ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ എല്ലാവരും ഇതുവരെ സഹകരിച്ചിരുന്നു. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. എല്ലാ ജനപ്രതിനിധികളുടെയും വാഹനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും പറയുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലും ഇതിന്റെ ഒരു വിവാദം നിൽക്കുമെന്നുള്ളത് സംശയമില്ല. പ്രത്യേകിച്ച് ഈ പാലക്കാട് പെട്ടി വിവാദമൊക്കെ ഉണ്ടായ അതേ തലത്തിലേക്ക് തന്നെ നിലമ്പൂരിലേക്കും ഈ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അത് മാറുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ്. ഒരു പെട്ടി വിവാദം ഇവിടെയും ഉണ്ടാകുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളർന്നിരിക്കുന്നത്. പെട്ടി പരിശോധിക്കാതെ തന്നെ വാഹനം തുറക്കുന്നു, പെട്ടിയെടുത്ത് വെളിയിലേക്ക് വെക്കുന്നു, അതിനുശേഷം പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അത് അപമാനിക്കലാണ്. പരിശോധനയായിരുന്നില്ല ഉദ്ദേശ്യം, പരിശോധന ഏകപക്ഷീയമാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്.